അല്ല ചെയ്യാ ഏത് ഗുദാമിലാണ് ഈ ചങ്ങായി പോയി നിക്കണത്? എത്താനായിക്കണം. 1 മിനിറ്റ് 270 മീറ്റർ 60 മീറ്റർ ആണെങ്കിൽ പൈച്ച് പണ്ടാറടങ്ങിട്ട് കുറെ നേരായി. In 200 meters, your destination will be on the left. 200 മീറ്റർ ഡെസ്റ്റിനേഷൻ അതാക്കണോ അല്ലേ? ആഹാ, എന്റെ അടുത്ത് കരിയും കൂടി തേച്ച് വെക്കാൻ പറയായിരുന്നു. ഇരുട്ടത്ത് കറുപ്പും ഇട്ടിട്ട്. അസ്സലാമലൈക്കും. അല്ലേ ആ കരിയും കൂടി മുഖത്ത് തേച്ചാൽ മതിയായിരുന്നു. ഫുള്ള് കറുപ്പില്ല. എന്തൊക്കെയാണ് ഷാറല്ലേ? കൊറേ ദിവസമായി കണ്ടിട്ട് അല്ലേ? നിർത്ത് തട്ടുകട അല്ലേ? പാലം തട്ടുകട എവിടെയാണ് നീ പറഞ്ഞത്? ചെറിയൊരു ചായ്പാണ്. ചെറിയ ഈ ഭയങ്കര സംഭവമാണ്. അവിടെ പോവാ, അത് ഇത് ഒന്നും വേണ്ട. ഇവിടെ വന്നാൽ ഞെട്ടിക്കും. എന്തൊക്കെയോ ഭയങ്കര ഹൈപ്പൊക്കെ തന്നിട്ടാണ്. എന്താ നോക്കാം. അസ്സലാമലൈക്കും. എന്താ വിശേഷം? അബ്ദുള്ള. പെരും ബിസിയാണല്ലോ. ചട്ടപ്പട്ടായ ഉണ്ടാക്കണേ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ വെള്ളപ്പം, ബോട്ടി, കപ്പ, ബീഫ്, ഓംപ്ലേറ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ഓന് പറഞ്ഞ ഇവിടെ ഭയങ്കര സംഭവമാണ്, അടിപൊളിയാണ്. നിങ്ങളുടെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകൂല. ഇത് എവിടെ എക്സാക്ട് സ്ഥലം എവിടെയാണ്? ചെറിയൊരു ചായ്പ്. എന്താ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞത്? അബ്ദുള്ള ഖാന്റെ പാലം തട്ടുകട അല്ലേ? കഴിച്ചു നോക്കാം, എന്നിട്ടാണ് ബാക്കി വിശേഷം. ആദ്യം തന്നെ വന്നിട്ട് ഭയങ്കര സംഭവം എന്നല്ല, നല്ലതാണെങ്കിൽ നല്ലത് പറയും, അല്ലെങ്കിൽ ബടക്കാണെങ്കിൽ ബടക്കൊന്നും പറയും കേട്ടോ. ഓക്കെ, അല്ലാണ്ട് വെറുതെ ജനങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല. സാധനം എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ലതാണെങ്കിൽ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? എന്താ ഈ കാലത്തില്? കപ്പ, ബീഫ്, ബോട്ടി, വെള്ളപ്പം, ഓംപ്ലേറ്റ് സാധനങ്ങളുള്ളത് അല്ലേ? പിന്നെ ഈ വക സാധനങ്ങളൊക്കെ പിന്നെ വേറെ ഒരു പ്രിസർവേറ്റീവ് ഒന്നുമില്ല. ഒക്കെ നമ്മളെ കപ്പന്റെ ഇതിന് വേണ്ട വരികയാണ്. കപ്പയും ബീഫും ബോട്ടി, അതാണ് ഇവിടെ ഫേമസ് ആയിട്ട് കിടക്കുന്നത്. മതി. എന്താ അറിയോ, നമുക്ക് എന്താ അറിയോ, അങ്ങനെ നാടൻ സാധനങ്ങളൊക്കെ തിന്നാൻ തന്നെയാണ് നമുക്കും താല്പര്യമുള്ളത്. ഏത് സമയവും ഈ മന്തിയും കുഴിമന്തിയും അതേപോലെ തന്നെ അൽഫാമും ഷവായി അത് ഇതൊക്കെ തിന്നെ ഇടക്കൊക്കെ ഇതൊക്കെ ആകുമ്പോഴേ കെമിക്കലുകളൊന്നുമില്ല. എത്ര കാലമായി ഇവിടെ തുടങ്ങിയിട്ട്? 12 വർഷമായി തുടങ്ങിയിട്ട്. ഈ ഇതേപോലെ തട്ടുകട ഇതേ സ്പോട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് മറ്റേ പെർമനന്റ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? കണ്ടമാനം ആൾക്കാർ പല ഭാഗത്തുനിന്നുള്ള ആളുകളായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്നിട്ട് മുമ്പ് പരിപാടി? ഞാൻ ഹൗസ് പെയിന്റിംഗ് ആണ്. ഹൗസ് പെയിന്റിംഗ് ആയപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതായപ്പോൾ നമ്മളെ കുടുംബം പോറ്റാനായിട്ട് കയ്യിലില്ലാന്ന് തോന്നിയപ്പോൾ ശരിയായിട്ട് ഒരു ഏർപ്പാട് തുടങ്ങിയതാണ്. അങ്ങനെ റോഡ് സൈഡിലായിട്ട് ഷെഡ് കെട്ടി തുടങ്ങി. 12 വർഷം ഇപ്പോൾ പിന്നിട്ടു. അൽഹംദുലില്ലാ റാഹത്താണ്. ഉഷാറായി പോകുന്നുണ്ട്. അടിപൊളിയാണ്. ആരും മോശമാണെന്നൊരു അഭിപ്രായം. എല്ലാവരും വന്നു. അല്ല, എത്ര മണി വരെ ഉണ്ടാവും? 11 മണി വരെ. 11 മണി വരെ. അത് സാധനം തീർന്നാൽ പിന്നെ അടക്കും. എവിടെ നിന്നൊക്കെ ആൾക്കാർ വരും? ആളുകൾ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട്. മഞ്ചേരിയിൽ നിന്നുണ്ട്, പാണ്ടിക്കാട്, അങ്ങനെ പല ഭാഗത്തുനിന്നുള്ള ആളുകളുണ്ട് പല ടൈമിലായിട്ട്. ബീഫൊക്കെ ഇവിടെ തന്നെ എടുക്കല്? ബീഫൊക്കെ ഇവിടെ തന്നെ. ഇവിടുന്ന് പാണ്ടിക്കാട് അടുത്താണ് അല്ലേ? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഓക്കെ. എന്താ അതിൻ്റെ ഗ്രേവിയാ? ബീഫിൻ്റെ ഗ്രേവി. ഓക്കെ. വേറെ ആരെങ്കിലും സഹായത്തിനൊന്നും ഇല്ല? ആരുമില്ല. എത്ര മക്കളാണ്? എനിക്ക് 4 മക്കളാണ്. എത്ര മണിക്ക് തുടങ്ങും ഇവിടെ? ഞാൻ സാധനം ആകുമ്പോൾ ഒരു 5-5:30 ആകുമ്പോൾ സാധനങ്ങളാവും, റെഡിയാവും. ഓക്കെ. നമ്മളെന്താ ഓർഡർ ചെയ്യുന്നത്? ഇരുന്നൊന്നും കഥ പറഞ്ഞിട്ട് കാര്യമില്ല, ഓർഡർ ചെയ്യും. എന്തൊക്കെയാ സാധനങ്ങളില്? കപ്പ ബീഫ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. കപ്പ ബീഫ്, ബോട്ടിയും ബീഫും ഉണ്ട്, ബോട്ടിയും കപ്പയുണ്ട്, ബോട്ടി ഫ്രൈ ഉണ്ട്, പിന്നെ ഓംപ്ലേറ്റ്. വെള്ളപ്പം കഴിഞ്ഞു. വെള്ളപ്പം സാധനങ്ങൾ ഫുഡൊക്കെ തീർന്നു കഴിഞ്ഞു. ഏകദേശമൊക്കെ തീർന്ന സമയമായി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കപ്പയും ബീഫും. അണക്ക് ബോട്ടിയല്ലേ? എനിക്ക് ബോട്ടി വേണ്ട. ഒരു ബോട്ടി ബീഫ്, ഒരു കപ്പ ബീഫ്, പിന്നെ ഒരു ബീഫ് ഫ്രൈയും പറയാം അല്ലേ? ഒരു ബീഫ് ഫ്രൈയും പോരെ? ഇനി തികയാത്തുണ്ടെങ്കിൽ പിന്നെ പറയാം. എന്താ പേര്? ബോട്ടി. ഇനി എന്താ പറഞ്ഞല്ലേ? ഇതിൻ്റെ മേലെ പച്ച വെളിച്ചെണ്ണ പറഞ്ഞേക്കാ. അതിൻ്റെ ഒരു സ്മെല്ല് വേറെ വരുന്നുണ്ട്. വെളിച്ചെണ്ണ സാധനം എങ്ങനെ ഉണ്ട് നോക്കട്ടെ. അതിൽ ഉള്ളിയൊക്കെ കൂടി വരുന്നത് അടിപൊളി കേട്ടോ. ബോട്ടി കഴിക്കൂല, അതുകൊണ്ട് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. അല്ല മിനിച്ചാതെ ഇടക്കിടയ്ക്ക് വരും? ഞാൻ എന്നിപ്പോൾ ഈ കോഴിയും ബീഫും പിന്നെ മന്തി ഇതൊന്നും നടക്കുമല്ലോ. അപ്പോൾ കപ്പ കഴിക്കാൻ പോയാകുമ്പോൾ നേരെ അങ്ങോട്ട് പോരും. ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം വരുന്ന ചോദിച്ചു? ദിവസം എന്തായാലും വരും, അത് എത്ര പ്രാവശ്യം വരുന്ന ചോദിച്ചു? അതല്ല കഥ.
അല്ല എങ്ങനെ കമ്പനി അടിച്ചു വരില്ല അല്ല ജോലി കഴിഞ്ഞാണ്ടേ ജോലി കഴിയുമ്പോൾ ഒരു വൈകുന്നേരം എവിടെ നിന്ന് അരീക്കോടുന്ന അരീക്കോട്ടുനിന്ന് അരീക്കോട് ഐ ടി എൽ അല്ലേ വർക്കാണ് അരീക്കോട് ഐറ്റിയിൽ ഇപ്പം ഇങ്ങോട്ട് കയറിയതാ ഞാൻ ഇവിടെ ഇപ്പോൾ 2 വർഷമായി. ഓക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നേരെ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് നേരെ വണ്ടി ഈടാക്കാണ്ട് എന്ത് ചെയ്യും വന്നാണ് കഴിച്ചു പോകും. എന്നിട്ടേ പെരേ പോകുള്ളൂ. ആ എത്ര പേരപ്പോൾ വന്ന് മടങ്ങിപ്പോയില്ലേ സാധനമില്ല. സാധനം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ എത്ര ആൾക്കാർ സാധനം കഴിഞ്ഞ് നമ്മൾ തന്നെ വരുമ്പോൾ ഇപ്പോൾ എന്തൊക്കെ അപ്പം സംഭവമൊക്കെ കഴിഞ്ഞു പറഞ്ഞു. സാധനം പൂളി അടി എത്തിക്കണം. മൂപ്പരനാ ധൈര്യമായിട്ട് വന്ന് കഴിക്കണുണ്ട് പെരേന്ന് കഴിക്കാണ്ട്. ഇങ്ങനെ എവിടെയാണ് ബീഫ് സ്റ്റാൾ എവിടെ? അപ്പൊ എന്തെങ്കിലും കുറ്റുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. അപ്പൊ നിങ്ങളുടെ ബീഫിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അടിപൊളി. ഒരു 2 ബീഫും കൂടി 2 പൂളിയും ബീഫും വേണം. ഒന്ന് നമ്മുടെ ക്യാമറാമാൻ, അല്ലെങ്കിൽ ഓൻ തല്ലേ ഉള്ളൂ. കുറെ നേരെ പാവം അതും പിടിച്ച് നിൽക്കല്ലേ. ഓനുള്ള ഒന്നുണ്ടായിക്കോളി. അങ്ങനെ അടിപൊളിയാ സംഭവം. ബോട്ടി കഴിക്കും അല്ലേ? ഞാൻ എന്താ അറിയോ, സിയാബിൻ്റെ മുമ്പിലിരുന്ന് അതും അത് കൈയിട്ട് വാരി. അതാണ് നീ എന്നെ മാറ്റിയിരുത്തി തരുന്നത്. എന്തായാലും നമ്മുടെ പുതിയ ക്യാമറാമാൻ കം എഡിറ്ററാണ് US മൊയ്നുവിൻ്റെ ആഫിദ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി കഴിക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. സംഭവം എന്തായാലും മിൻഷാദേ യുദ്ധം കഴിഞ്ഞ മൂവിമാരി, പക്ഷേ ഇതിൻ്റെ കൂടെ ആ കട്ടൻ കാപ്പി അടിപൊളി കോമ്പിനേഷൻ ആട്ടാ. അപ്പോൾ എന്തായാലും സംഭവം കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, സമയം 10:05 ആയിട്ടേ ഉള്ളൂ. കാക്ക പറഞ്ഞിട്ടുള്ളത് 11 മണിയാണ്. സംഭവം എല്ലാം എടുത്തു കഴിഞ്ഞ് കാക്ക കെട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 11 മണിക്ക് വന്ന് ഇവിടെ വന്ന് സാധനം കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇന്നെ പൊങ്കാലിടാൻ വരരുത് കേട്ടോ. ഇവിടെ എത്രത്തോളം സാധനം ഉണ്ടാവും അതുവരെ കൊടുക്കും. മാക്സിമം സാധനം ഇനിയിപ്പോൾ ബാക്കി ഉണ്ടെങ്കിലും 11 മണി കഴിഞ്ഞാൽ കൊടുക്കൂല അല്ലേ? 11 മണിയാണ് അതിൻ്റെ ലാസ്റ്റ് ടൈം. അപ്പോൾ ചങ്ങായിമാരെ എന്താ അറിയോ, പാണ്ടിക്കാട് നിന്ന് 4 കിലോമീറ്റർ ഇപ്പുറം ടുവേഴ്സ് മഞ്ചേരി അല്ലേ? മഞ്ചേരി വഴിയല്ലേ? ഏതാ സ്ഥലത്തിൻ്റെ എക്സാക്ട് പേരെന്താ പറഞ്ഞത്? നെല്ലിക്കുത്ത് പാലം ആലിംസിലെ സ്മാരകത്തിന് ചാരിയിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം. പറഞ്ഞ് ഇത്രയും ബിൽഡപ്പ് ചെയ്തപ്പോൾ ഇത്ര ഉഷാറാണെന്നൊന്നും വിചാരിച്ചില്ല. സംഭവം എന്തെന്നെ ആയാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ അറിയോ, ഉണ്ടാക്കണ കംപ്ലീറ്റ് യാതൊരു പ്രിസർവേറ്റീവ് ഇല്ലാണ്ട് നേച്ചറായിട്ടുള്ള സാധനം വെച്ചിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി പൂളിയും ബീഫും, അതേപോലെ തന്നെ ബോട്ടി ഇഷ്ടപ്പെടുന്നവരെങ്കിൽ ബോട്ടി ബീഫ്, അപ്പം, പിന്നെ ഓംപ്ലേറ്റ് കാര്യങ്ങൾ സംഭവം ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ കാക്കാൻ്റെ അടുത്ത് കയറുക, ഭക്ഷണം കഴിക്കുക, നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കിട്ടും. എന്തായാലും ഞാൻ കഴിച്ചിട്ട് എനിക്ക് അതിൻ്റെ സ്വാദ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതുപോലുള്ള റോഡ് സൈഡിലുള്ള കച്ചവടക്കാർ ചായപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അവരുടെ അടുത്തൊക്കെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നവരുണ്ട്. വരിക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. എത്ര രൂപയാക്കുക ടോട്ടല്? 340. ലാസ്റ്റ് പിന്നെ ഒരു കാപ്പി വാങ്ങിച്ചു, അപ്പം 350. പക്ഷേ അത് എവിടെ നിങ്ങളുടെ ഗൂഗിൾ റൈറ്റ് ഒന്ന് ഗൂഗിൾ പേ ചെയ്താൽ. അപ്പോൾ എന്താ പറയുക, 4 ആൾ അടിപൊളിയായിട്ട് മൂക്കുമുട്ടം ഭക്ഷണം കഴിച്ചിട്ട് വെറും 350 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇതുപോലുള്ളവരെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് പിടിക്കുക. അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.